ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പൊറോട്ടയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പൊറോട്ടയുടെ മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു 3/4 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയമൊന്നും വെക്കണില്ല, നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു മാവിനെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് ഈ മാവൊക്കെ ബോൾസാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം ഒന്നുകൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ഓരോ മോഡൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ.
ഇപ്പോൾ നമ്മൾ 5 മോഡൽ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.